വാട്ട്സ് ദ സ്റ്റോറി ടിൽ ദ എൻഡ്. ഒരിടത്തൊരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് എല്ലാവർക്കും ഒരു സഞ്ചി കൊടുത്തു, പിന്നെ കുറേ ഉരുളക്കിഴങ്ങും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഓരോ പൊറ്റാറ്റോയിലും നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന അല്ലെങ്കിൽ വെറുപ്പ് തോന്നുന്ന ഒരുപാട് വിദ്വേഷമുള്ള ആൾക്കാരുടെ പേരെഴുതാൻ വേണ്ടി പറഞ്ഞു. എല്ലാ ശിഷ്യന്മാരും ഇരുന്ന് പേരെഴുതാൻ വേണ്ടി തുടങ്ങി. അതിനുശേഷം സന്യാസി പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ സഞ്ചിയിലിടുക. നിങ്ങൾ എവിടെയൊക്കെ പോവുകയാണെങ്കിലും, ഉറങ്ങുകയാണെങ്കിലും, ഇരിക്കുകയാണെങ്കിലും, ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഈ സഞ്ചി നിങ്ങളുടെ കൂടെ വേണം. ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് ഒരാളോട് ഫുഡ് ചെയ്യാൻ തോന്നും എന്നുണ്ടെങ്കിൽ ആ പേരുള്ള പൊട്ടാറ്റോ എടുത്ത് കളയും. അപ്പം എല്ലാ ശിഷ്യന്മാരും ഓക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഈ ഒരു സന്യാസി പറഞ്ഞ കാര്യവും ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് പേരോട് ഫുഡ് ചെയ്യാൻ വേണ്ടി പറ്റി, ആ പൊട്ടാറ്റോസ് എടുത്ത് കളഞ്ഞു. പക്ഷേ കുറേ പേർക്കും പലരോടും ഒരിക്കലും ഫുഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ദിവസം കഴിഞ്ഞപ്പം ഈ പൊട്ടാറ്റോസൊക്കെ ചീഞ്ഞു തുടങ്ങി, സ്മെല്ല് വന്നു തുടങ്ങി. ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിൻ്റെ ദുർഗന്ധം വന്നു തുടങ്ങിയപ്പം എല്ലാ ശിഷ്യന്മാരും കംപ്ലൈൻറ്റ് ചെയ്ത് തുടങ്ങി, എനിക്ക് പറ്റുന്നില്ല, കാരണം ഇത്രയും അൺസൈക്കബിൾ ആയിട്ടുണ്ട് ഈ സ്മെല്ല് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആൻഡ് ഈ ടൈമിന് സന്യാസി പറഞ്ഞൊരു കാര്യമുണ്ടോ, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും പലരോടുമുള്ള വിദ്വേഷം, ദേഷ്യം നമ്മൾ ഫൊഗീവ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ പൊട്ടാറ്റോ പോലെ തന്നെ നമ്മുടെ ഉള്ളിലാണ് അത് ചീഞ്ഞതാകുന്നത്. അത് പിന്നീട് ദുർഗന്ധമായിട്ട് മാറുക ചെയ്യുന്നത്. നമുക്ക് വിദ്വേഷവും ദേഷ്യമുള്ള ആ പേഴ്സണിന് ഒരു പ്രശ്നവും ഇവിടെ സംഭവിക്കുന്നില്ല. സോ forgive others for you, not for them. Just forgive, because അത് നമ്മുടെ സെൽഫിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. താങ്ക് യു.